നമസ്കാരം. പ്രധാന വാർത്തകൾ. ഇടതുപക്ഷത്തിന്റെ അഴിമതിയുടെ സ്രോതസ്സാണ് എക്സൈസ് വകുപ്പെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അഴിമതി ആരോപിച്ച് വഴി നടക്കാൻ അനുവദിക്കാതെ ഇരുന്നവരെ പോലും അധികാരത്തിനായി തോളിലേറ്റുമെന്നും നയമില്ലാത്ത മുന്നണിയായി LDF മാറിയെന്നും രമേശ് ചെന്നിത്തല. ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ INTUC സംസ്ഥാന സമ്മേളനം പാലക്കാട്ട്. ചിനക്കത്തൂർ പൂരം ആഘോഷത്തിനായി ക്ഷേത്രവും തട്ടകവും ഒരുങ്ങി. പുരുഷാരമയത്തെ സാക്ഷിയാക്കി കുതിരക്കോലങ്ങൾക്കുള്ള തലവയ്പ് ചടങ്ങ് നടന്നു. ഭക്തിയുടെ നിറവിൽ പൂരത്തിന്റെ മുന്നോടിയായുള്ള കുമ്മാട്ടിയും ഞായറാഴ്ച നടന്നു. പടിഞ്ഞാറഞ്ചേരി, കിഴക്കഞ്ചേരി എന്നിവിടങ്ങളിൽ അണിനിരക്കുന്നത് 16 കുതിരക്കോലങ്ങൾ. ഇടതുപക്ഷവും വലതുപക്ഷവും ഭീകരവാദികളിൽ കീഴടങ്ങി വോട്ട് നേടാൻ ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. യഥാർത്ഥ മതേതരത്വമാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്. ഷൊർണൂർ മണ്ഡലം NDAക്ക് വിധി എഴുതുമെന്നും C. കൃഷ്ണകുമാർ. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷന് സമീപം NDA ഷൊർണൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങി. ആയുർവേദ തൈലങ്ങളുടെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്ന ആളെ വൻ ലഹരി ശേഖരവുമായി തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. 21 കിലോ കഞ്ചാവും മാരക രാസലഹരിയായ 260 ഗ്രാം ഹാഷിഷ് ഓയിലും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. തൃശൂർ റൂറൽ ജില്ലാ മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉപയോഗിച്ച് നടത്തിയ നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. കേരള സ്റ്റോറി 2 സിനിമ പാലക്കാട് ജില്ലയിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. സിനിമ കേരളത്തിൽ എവിടെയും പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. ന്യൂനപക്ഷ സമുദായങ്ങളെ അപകീർത്തിപ്പെടുത്തുവാനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കേരളീയ സമൂഹം മുന്നിട്ടിറങ്ങണമെന്നും നേതാക്കൾ. വാർത്തകൾ വിശദമായി. ഇടതുപക്ഷത്തിന്റെ അഴിമതിയുടെ സ്രോതസ്സാണ് എക്സൈസ് വകുപ്പ് എന്ന് മുൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. അഴിമതി ആരോപിച്ച് വഴി നടക്കാൻ അനുവദിക്കാതിരുന്നവരെ പോലും തോളിലേറ്റുമെന്നും നയമില്ലാത്ത മുന്നണിയായി LDF അധപതിച്ചെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു. ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ INTUC സംസ്ഥാന സമ്മേളനം പാലക്കാട്ട് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൊബൈൽ ആപ്പിന്റെ അഴിമതിയാണ് ആദ്യം തുടങ്ങിയത്. UDFന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്നാണ് അത് നടപ്പാക്കാതെ പോയത്. ഒന്നാം പിണറായി സർക്കാർ 2 ഡിസ്റ്റിലറിയും 5 ബ്രൂവറിയും നടപ്പാക്കാനാണ് പിന്നീട് നീക്കം നടത്തിയത്. അതും പ്രതിഷേധത്തെ തുടർന്ന് ഉപേക്ഷിക്കുകയായിരുന്നു. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്താണ് എലപ്പുള്ളിയിൽ മദ്യകുത്തക കമ്പനിയായ ഒയാസിസിന് അനുമതി നൽകിയത്. UDF ഉൾപ്പെടെ വൻ പ്രതിഷേധം ഉയർത്തിയതിനെ തുടർന്ന് അതും ഇപ്പോൾ വേണ്ടെന്ന് വെക്കുകയായിരുന്നു. ആഗോള കുത്തകയായ മദ്യക്കമ്പനിയെ എലപ്പുള്ളിയിൽ ഒരു കാരണവശാലും കാലുകുത്തിക്കില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. സർക്കാർ ഉടമസ്ഥതയിൽ മേനോൻപാറയിൽ മദ്യം നിർമ്മിക്കുവാൻ സാധ്യത നിലനിൽക്കുകയായിരുന്നു കരിമ്പട്ടികയിൽ ഉൾപ്പെട്ട മദ്യക്കമ്പനിക്ക് അനുവാദം നൽകിയത്. ഇപ്പോൾ UDF നേരത്തെ നിർദ്ദേശിച്ച സ്ഥലത്ത് മദ്യക്കമ്പനി തുടങ്ങേണ്ട സ്ഥിതിയിലായി. 10 വർഷമാണ് ഇതിനുവേണ്ടി സർക്കാർ മാറ്റിവെച്ചത്. രൂക്ഷമായ കുടിവെള്ളക്ഷാമവും കൃഷിക്ക് ജലക്ഷാമവും നേരിടുന്ന പ്രദേശത്താണ് മദ്യനിർമ്മാണ കമ്പനിക്ക് സർക്കാർ അനുമതി നൽകിയത്. ജനകീയ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കച്ചവട താൽപര്യം സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇടതുപക്ഷം അധികാരത്തിൽ ഇരുന്നപ്പോഴെല്ലാം എക്സൈസ് വകുപ്പിൽ അടിമുടി അഴിമതിയാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആവർത്തിച്ചു. പുരോഗതിക്കും തൊഴിലാളികളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിച്ച വരുന്ന പ്രസ്ഥാനമാണ് നമ്മുടെ. പക്ഷേ ഗവൺമെന്റിന്റെ തെറ്റായ നയം, കോർപ്പറേഷന്റെ തെറ്റായ സമീപനം ജീവനക്കാർക്ക് അസംതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊരു സത്യമാണ്. ശമ്പള പരിഷ്കരണം നേടിയെടുക്കുന്നതിന് നിങ്ങൾ നടത്തിയ സമരപരമ്പരകൾ, തൊഴിലാളികളോടുള്ള മാനേജ്മെന്റിന്റെ ദ്രോഹിക്കുന്ന നടപടികൾ, ഞങ്ങൾ നടത്തിയ 48 മണിക്കൂർ എന്ന സമരം, അതോടൊപ്പം തന്നെ കരുതലാചരണം ഉൾപ്പെടെയുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സമര പരമ്പരകളിൽ എടുത്തു പറയുന്നത് തന്നെയാണ്. ഏകദിന പണിമുടക്ക് അല്ലെങ്കിൽ അഡീഷണൽ അല്ലേ, ഏറ്റവും കൂടുതൽ സർക്കാരിന് പണം ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. ആ ഡിപ്പാർട്ട്മെന്റിന്റെ അഡീഷണൽ ആയിട്ടുള്ള നിങ്ങളുടെ അലവൻസ് വെട്ടിന് കുറച്ചുകൊണ്ട് പോയ നടപടിക്കെതിരായി നിങ്ങൾ നടത്തിയ പണിമുടക്കും അതോടൊപ്പം തന്നെ പോരാട്ടങ്ങളും ഏറ്റവും ജീവനക്കാരുടെ മുഴുവൻ സന്തോഷം നൽകിയിട്ടുള്ള ഒരു കാര്യമാണ്. ഇന്നറിയാം, ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളത്തിൽ
ബ്രൂവറിയും ഡിസ്റ്ററിയും ആരംഭിക്കാൻ ഈ ഗവൺമെന്റ് 2 തവണ ശ്രമിച്ചു. ഒന്നാം പിണറായി ഗവൺമെന്റ് കാലത്ത് 2 ഡിസ്റ്ററികളും 5 ബ്രൂവറികളും നിർമ്മിക്കാൻ തീരുമാനിച്ചു. അതിനെതിരായി ഏറ്റവും വലിയ പോരാട്ടം നടത്തിയ നമ്മുടെ സർക്കാരിന് വൻ സാമ്പത്തിക നേട്ടമുണ്ടാക്കി കൊടുക്കുന്ന ബെഫ്കോയിലെ തൊഴിലാളികളെ ദ്രോഹിക്കുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത്. ഗവൺമെന്റ് തെറ്റായ നയവും കോർപ്പറേഷൻ സമീപനവുമാണ് ജീവനക്കാരെ പ്രതിസന്ധിയിലാക്കുന്നത്. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടപ്പാക്കുക തന്നെ വേണം. ജീവനക്കാരുടെ ആനുകൂല്യങ്ങൾ വെട്ടിക്കുറച്ചത് പ്രതിഷേധകരമാണ്. UDF അധികാരത്തിലെത്തുമെന്നും ബിവറേജ് കോർപ്പറേഷൻ ജീവനക്കാരുടെ എല്ലാ പ്രശ്നങ്ങളും അടിയന്തരമായി പരിഹരിക്കുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് TU രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. DCC പ്രസിഡന്റായ തങ്കപ്പൻ, VK ശ്രീകണ്ഠൻ MP, KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ, അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി A ജേക്കബ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് MC സജീവൻ, ജില്ലാ പ്രസിഡന്റ് തൃപ്പാളൂർ ശശി, ജനറൽ സെക്രട്ടറി K മോഹൻ, സബീഷ് കുന്നങ്കോത്ത്, S സൂര്യപ്രകാശ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇടതുപക്ഷവും വലതുപക്ഷവും ഭീകരവാദികളിൽ കീഴടങ്ങി വോട്ട് നേടാൻ ശ്രമിക്കുകയാണെന്നും ഇത് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയെന്നും BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ പറഞ്ഞു. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷന് സമീപം NDA ഷൊർണൂർ നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഞായറാഴ്ച രാവിലെയാണ് ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷന് സമീപം NDA ഷൊർണൂർ നിയോജകമണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചത്. നാടമുറിച്ചും ഭദ്രദീപം തെളിയിച്ചും ഓഫീസിന്റെ ഉദ്ഘാടന കർമ്മം BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C കൃഷ്ണകുമാർ നിർവഹിച്ചു. ഇടതുപക്ഷവും വലതുപക്ഷവും ഭീകരവാദികളിൽ കീഴടങ്ങി വോട്ട് നേടാൻ ശ്രമിക്കുകയാണെന്നും ഇത് ജനങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയെന്നും C കൃഷ്ണകുമാർ തുടർന്ന് സംസാരിക്കവേ C കൃഷ്ണകുമാർ പറഞ്ഞു. യഥാർത്ഥ മതേതരത്വമാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിൽ ഷൊർണൂർ നിയോജകമണ്ഡലം NDAക്ക് വേണ്ടി വിധിയെഴുതുമെന്നും കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു. ഈ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ജനങ്ങൾ വലിയൊരു മാറ്റം ആഗ്രഹിക്കുക. 2 മുന്നണികളെയും ജനങ്ങൾക്ക് മടുത്തിരിക്കുക. ഓരോ ആളുകളെ സമീപിക്കുന്ന സമയത്തും ഓരോ പ്രദേശത്ത് പോകുന്ന സമയത്തും വലിയ പ്രതീക്ഷയാണ് ജനങ്ങൾക്ക് NDAയിലുള്ളത്. ഇത്തവണ NDA വിജയിക്കണം എന്നുള്ളത് NDAയുടെ പ്രവർത്തകർ മാത്രമല്ല, NDAയുടെ അനുഭാവികളല്ല, മറിച്ച് മറ്റു രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്ന ആളുകൾ പോലും ചിന്തിക്കുന്ന രീതിയിലേക്ക് കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷം മാറിയിരിക്കും. കേരളത്തിലെ കഴിഞ്ഞ 11 വർഷക്കാലമായിട്ട് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ നേരിട്ട് കാണുക. അത് ദേശീയപാതകളുടെ വികസനമായാലും ശരി, മറ്റ് റെയിൽവേ മേഖലയിലുള്ള വികസനമായാലും ശരി, ഗ്രാമീണ റോഡുകളുടെ വികസനമായാലും ശരി, എല്ലാ വികസന പ്രവർത്തനങ്ങളും കേരളത്തിൽ നടക്കുന്നത് കേന്ദ്ര സഹായത്തോടു കൂടിയിട്ടാണെന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. അവര് കേരളത്തിന്റെ ഇന്നത്തെ ഭരണത്തിന്റെ സ്ഥിതിയെ സംബന്ധിച്ചും അവർക്ക് കൃത്യമായിട്ട് ബോധ്യമുണ്ട്. കേരളം വലിയ കടക്കണിയിൽ. ചടങ്ങിൽ BDS പാലക്കാട് ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനിൽരാജ് അധ്യക്ഷത വഹിച്ചു. BJP പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് P വേണുഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജകമണ്ഡലം കൺവീനർ KV ജയൻ, ശിവസേന ജില്ലാ സെക്രട്ടറി ബിനോജ്, BJP സംസ്ഥാന സമിതി അംഗം രുക്മിണി ടീച്ചർ, പരമേശ്വരൻ മാസ്റ്റർ, ജില്ലാ ജനറൽ സെക്രട്ടറി EP നന്ദകുമാർ, മറ്റു നേതാക്കളായ MP സതീഷ് കുമാർ, AP പ്രസാദ്, VB മുരളി, K പ്രസാദ്, N മണികണ്ഠൻ, K ഹരിദാസ്, മണ്ഡലം പ്രസിഡന്റ് R രഞ്ജിത്ത്, P ജയരാജൻ, ഗോപകുമാർ, രാജേഷ് വെള്ളോത്ത്, വിനോദ് കുമാർ, ഗോപകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പാലപ്പുറം ചിനക്കത്തൂർ പൂരത്തിന് ക്ഷേത്രവും ദേശങ്ങളും ഒരുങ്ങി. പൂരത്തിന്റെ മുന്നോടിയായി കുതിരക്കോലങ്ങൾക്കുള്ള തലവെപ്പ് ചടങ്ങ് ഞായറാഴ്ച നടന്നു. പടിഞ്ഞാറൻചേരി, കിഴക്കൻചേരി എന്നിവിടങ്ങളിലായി 16 കുതിരക്കോലങ്ങളാണ് അണിനിരക്കുക. മാർച്ച് 2 തിങ്കളാഴ്ചയാണ് പെരുമയുടെ മഹാപൂരം.
അയ്യോ ആർപ്പ് വിളികൾക്കൊപ്പം പുരുഷാരമയം സാക്ഷിയാക്കി വീണ്ടും ഒരു ചിനക്കത്തൂർ പൂരത്തിന് കുതിരക്കോലങ്ങൾക്ക് തലവെപ്പ് ചടങ്ങുകൾ നടന്നു. ഇരു ചേരികളിലെയും 16 കുതിരക്കോലങ്ങൾക്കും പൂരം തലേ ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്കായിരുന്നു ഈ ചടങ്ങ് പൂർത്തിയാക്കിയത്. പൂരം മുളയിട്ടതോടുകൂടി തന്നെ അയ്യോ ആർപ്പ് വിളികളാൽ പൂരാവേശത്തിലാണ് തട്ടകം. ഇനി പൂരാഘോഷത്തിലെടുക്കാൻ മണിക്കൂറുകൾ മാത്രം. തിങ്കളാഴ്ചയാണ് മഹാപൂരം. ഇതിനായി ക്ഷേത്രവും തട്ടവും ഒരുങ്ങിക്കഴിഞ്ഞു. പൂരത്തിനു മുന്നോടിയായുള്ള കുമ്മാട്ടിയും ഞായറാഴ്ച രാത്രിയിൽ ഭക്തി ആദരപൂർവ്വം ആഘോഷിച്ചു. ആനച്ചമയ പ്രദർശനവും ഉണ്ടായിരുന്നു. പടിഞ്ഞാറഞ്ചേരി, കിഴക്കഞ്ചേരി എന്നീ വിഭാഗങ്ങളായി 16 കുതിരക്കോലങ്ങളാണ് അണിനിരക്കുക. ഗജവീരന്മാർ, വാദ്യമേളങ്ങൾ, നിശ്ചലദൃശ്യങ്ങൾ, മറ്റു കലാരൂപങ്ങൾ, തട്ടിന്മേൽക്കൂത്ത്, നിലത്തേര് ഉൾപ്പെടെയുള്ളവ പൂരത്തിന് മാറ്റുകൂട്ടും. ഉച്ചയ്ക്ക് ശേഷം വിവിധ ദേശങ്ങളിൽ നിന്നുള്ള ആഘോഷങ്ങൾ കാവിലേക്ക് പുറപ്പെടും. പിന്നീട് ക്ഷേത്രമുറ്റത്ത് വാശിയേറിയ കുതിരക്കളി നടക്കും. രാത്രിയിൽ ആനപ്പൂരവും മേളവും നടക്കും. വെടിക്കെട്ടും ഉണ്ടായിരിക്കും. കൂടുതൽ സുരക്ഷയോടെയാണ് ഇത്തവണയും കൂടുതൽ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഇത്തവണയും പൂരത്തിനായി ഒരുക്കിയിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ആയുർവേദ തൈലങ്ങളുടെ മറവിൽ ലഹരി കച്ചവടം നടത്തുകയായിരുന്ന അയാളെ വൻ ലഹരി ശേഖരവുമായി പിടികൂടി തൃശൂർ റൂറൽ പോലീസ്. പിടികൂടിയത് 21.5 കിലോ കഞ്ചാവും മാരക രാസലഹരിയായ 260 ഗ്രാം ഹാഷിഷ് ഓയിലും. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉപയോഗിച്ച് നടത്തിയ നിരന്തര പരിശ്രമത്തിന്റെ ഭാഗമായാണ് പ്രതിയെ വലയിലാക്കിയത്. പ്രതി വീട് കയറി ആക്രമണം നടത്തിയ കേസിലും തട്ടിപ്പ് കേസിലും കൂടി ഉൾപ്പെട്ട ആളാണ്. ഞായറാഴ്ച പുലർച്ചെയാണ് ഏഴാങ്കല്ല് വെസ്റ്റ് പനക്കപ്പറമ്പിൽ ക്ഷേത്രത്തിനു സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ആയുർമരുന്ന് ഫാർമസി നടത്തുന്ന പാവറട്ടി കാക്കശ്ശേരി സ്വദേശി പാമ്പിങ്കൽ വീട്ടിൽ ലിജിൻ എന്ന 34 വയസ്സുകാരനെ വീട്ടിൽ തൃശൂർ റൂറൽ ഡാൻസ് ഓഫ് സ്ക്വാഡും വാടാനപ്പള്ളി പോലീസ് നടത്തിയ പരിശോധനയിൽ 2.5 കിലോ കഞ്ചാവും 260 ഗ്രാം ഹാഷിഷ് ഓയിലും പിടികൂടിയത്. പ്രതിയെ അറസ്റ്റ് ചെയ്തു. വാടാനപ്പള്ളി പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചു. ലിജിൻ പാവറട്ടി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വീട് കയറി ആക്രമണം നടത്തിയ കേസിലും ഒരു തട്ടിപ്പ് കേസിലും പ്രതിയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. കേരള സ്റ്റോറി 2 സിനിമ പാലക്കാട് ജില്ലയിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പ്രതിഷേധ മാർച്ച് നടത്തി. സിനിമാ പ്രദർശനം തടഞ്ഞു. സിനിമ കേരളത്തിലെവിടെയും പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് നേതാക്കൾ പറഞ്ഞു. ന്യൂനപക്ഷ സമുദായങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കേരളീയ സമൂഹം മുന്നിട്ടിറങ്ങണമെന്നും നേതാക്കൾ പറഞ്ഞു. കേരള സ്റ്റോറി 2 സിനിമ ജില്ലയിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റ് പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. പാലക്കാട് അരോമ തിയേറ്ററിലേക്ക് നടത്തിയ മാർച്ച് സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം സഹല EP ഉദ്ഘാടനം ചെയ്തു. അനവധി സിനിമകൾ നമ്മുടെ നാട്ടിൽ ഇതിനു മുന്നേ ഉണ്ടായിട്ടുണ്ട്, പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇത്രത്തോളം വസ്തുതാവിരുദ്ധമായ, ഇത്രത്തോളം മുസ്ലിം വിരുദ്ധത ഉൽപ്പാദിപ്പിക്കുന്ന, യാഥാർത്ഥ്യത്തോട് ഒരു കുലബന്ധം പോലും പുലർത്താത്ത ഒരു സിനിമയാണ് കേരള സ്റ്റോറി 2. മുസ്ലിം വെറുപ്പുൽപാദന, ഹിന്ദുത്വ വംശീയ അജണ്ട നടപ്പാക്കാനായി പുറത്തിറക്കിയ ഈ പ്രോപ്പഗണ്ട സിനിമ കേരളത്തിലെവിടെയും പ്രദർശിപ്പിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് അവർ പറഞ്ഞു. ന്യൂനപക്ഷ സമുദായങ്ങളെ അപകീർത്തിപ്പെടുത്താനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ തിരിച്ചറിയാനും പ്രതിരോധിക്കാനും കേരളീയ സമൂഹം മുന്നിട്ടിറങ്ങണമെന്ന് സെക്രട്ടേറിയറ്റ് അംഗം കൂട്ടിച്ചേർത്തു. ജില്ലാ പ്രസിഡന്റ് സമദ് പുതുപ്പള്ളി തെരുവ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് മണ്ണൂർ, റസീന ആലത്തൂർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. തെരുവു നായ്ക്കൾക്കുള്ള പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ചു. യജ്ഞത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ നിർവഹിച്ചു. മാർച്ച് 1-2 തീയതികളിലായാണ് യജ്ഞം. ഓങ്ങല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ 2025-26 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് തെരുവു നായ്ക്കൾക്കുള്ള പേവിഷബാധ പ്രതിരോധ കുത്തിവയ്പ് യജ്ഞം നടപ്പിലാക്കുന്നത്. 2 ദിവസത്തെ യജ്ഞം 1 ഞായറാഴ്ച രാവിലെ തുടക്കമായി. ഗ്രാമപഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പും സംയുക്തമായാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. നായക്കൾക്കുള്ള വാക്സിനേഷൻ കൈമാറിക്കൊണ്ട് കുത്തിവയ്പ് യജ്ഞത്തിന്റെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP വിജയൻ നിർവഹിച്ചു. നമുക്കറിയാം, നമ്മുടെ നിയമം തെരുവ് നായ്ക്കളെ നിർമ്മാർജ്ജനം ചെയ്യാൻ അനുവദിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാം. 2 രീതിയിലാണ് ഇത് പരിഹരിക്കാൻ വേണ്ടി സർക്കാർ, പഞ്ചായത്തും മൃഗസംരക്ഷണ വകുപ്പൊക്കെ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒന്ന്, തെരുവ് നായ്ക്കളെ പിടിച്ചുകൊണ്ട് വന്ധ്യംകരിച്ച് വിടുക. രണ്ടാമത്തത്, തെരുവ് നായ്ക്കൾക്ക് പേവിഷബാധ ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കുത്തിവയ്പ്പ് നടത്തുക. ഈ 2 കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഓങ്ങല്ലൂർ പഞ്ചായത്ത് വലിയൊരു പഞ്ചായത്താണ്. 24 വാർഡും 56,000 ജനസംഖ്യയുമുള്ളൊരു പഞ്ചായത്താണ്. വിവിധ ഭാഗങ്ങളിൽ ഇഷ്ടംപോലെ തെരുവ് നായ്ക്കളുണ്ട്. അപ്പോൾ അതിൻ്റെ തെരുവ് നായ്ക്കളെ കുത്തിവയ്ക്കുന്ന, പേവിഷബാധ ഏൽക്കാതിരിക്കുന്നതിന് വേണ്ടി കുത്തിവയ്ക്കുന്ന അതിൻ്റെ യജ്ഞം തുടങ്ങിയിരിക്കുകയാണ്. ഇന്നും നാളെയുമായി നമ്മുടെ പഞ്ചായത്തിന് വിവിധ കേന്ദ്രങ്ങളിൽ ഇത്തരത്തിലുള്ള അലഞ്ഞു നടക്കുന്ന
തെരുവ് നായ്ക്കളെ കുത്തിവെക്കുന്ന പദ്ധതിയാണ് തുടങ്ങിയിരിക്കുന്നത്. ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പ്രിയ പ്രശാന്ത്, മെമ്പർ MP വിജയകുമാർ, ഡോക്ടർ പൊന്മുഖൻ, പ്രശാന്ത് എന്നിവർ സന്നിധരായിരുന്നു. മലപ്പുറത്തെ വിദഗ്ധരായ സംഘമാണ് നായ്ക്കളെ പിടികൂടി പ്രതിരോധ കുത്തിവയ്പ് നടത്തിവരുന്നത്. പഞ്ചായത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ സംഘം എത്തിയാണ് കുത്തിവയ്പ് നടത്തുന്നത്. 2-ാം തീയതി ആദ്യഘട്ട യജ്ഞം സമാപിക്കും. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ കർഷക വിരുദ്ധ നയങ്ങൾക്കെതിരെ സംസ്ഥാന വ്യാപകമായി കർഷക സംഘ പ്രതിഷേധത്തിന്റെ ഭാഗമായി വാടാനംകുറിശി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ദിനാചരണം സംഘടിപ്പിച്ചു. കർഷക സംഘം പട്ടാമ്പി ഏരിയ സെക്രട്ടറി യു അജയ്കുമാർ ഉദ്ഘാടനം ചെയ്തു. മെച്ചപ്പെട്ട വില സംഭരണ വില നൽകുന്ന ഏക സംസ്ഥാനം നമ്മുടെ കേരളമാണ്. ഇപ്പോൾ കേരളത്തിൽ 1 കിലോ നെല്ല് ഉൽപ്പാദിപ്പിച്ചാൽ സംസ്ഥാന ഗവൺമെന്റ് 30 രൂപ കൊടുത്ത് സംഭരിക്കുകയാണ്. ഈ 30 രൂപയിൽ 6 രൂപ 31 പൈസ സംസ്ഥാന സർക്കാരിന്റെ വിഹിതമാണ്. എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ള സർക്കാർ പ്രകാരം നരേന്ദ്രമോദി പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ പ്രത്യേക വിഹിതം കൊടുക്കാൻ പാടില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അർത്ഥം 30 രൂപയ്ക്ക് കർഷകർ ഇപ്പോൾ നൽകുന്ന 1 കിലോ നെല്ല് ഇനി മുതൽ 23 രൂപയ്ക്കാണ് സർക്കാർ ഏറ്റെടുക്കും. എന്നിട്ട് 6 രൂപ കുറച്ചേ കിട്ടും. അപ്പം അത്തരത്തിലുള്ള ഉത്തരവാണ് കേന്ദ്രം പുറപ്പെടുവിച്ചിട്ടുള്ളത്. വില്ലേജ് കമ്മിറ്റി അംഗം രാജകുമാർ അധ്യക്ഷത വഹിച്ചു. ജയപ്രകാശ്, വി ചാമി, ജയചന്ദ്രൻ, വിനീത തുടങ്ങിയവർ പ്രസംഗിച്ചു. കർഷക സംഘം കെ അശോകൻ സ്വാഗതവും സുരേഷ് കുമാർ നന്ദിയും പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നിർമ്മാണ തൊഴിലാളി യൂണിയൻ BMS ഷൊർണൂർ മേഖലാ സമ്മേളനം ഞായറാഴ്ച കുളപ്പള്ളിയിൽ നടന്നു. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ഞായറാഴ്ച രാവിലെയാണ് നിർമ്മാണ തൊഴിലാളി സംഘം BMS ഷൊർണൂർ മേഖലാ സമ്മേളനം കുളപ്പള്ളി ബസ് സ്റ്റാൻഡ് ബിൽഡിംഗിൽ ചേർന്നത്. BMS ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശശി ചോറോട്ടൂർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നിർമ്മാണ മേഖലയിലെ പ്രതിസന്ധി പരിഹരിക്കണമെന്നും നിർമ്മാണ പെൻഷൻ തൊഴിലാളികൾക്ക് 15 മാസത്തെ കുടിശ്ശിക പെൻഷൻ ഉടൻ അനുവദിക്കണമെന്നും ആവശ്യപ്പെട്ടു. തൊഴിലാളി വർഗ പാർട്ടി എന്ന് അവകാശപ്പെട്ട 10 വർഷം ഭരണം പൂർത്തിയാക്കുന്ന ഇടതുപക്ഷ സർക്കാർ തൊഴിലാളികളെ വഞ്ചിക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ന് ഈ കേരള സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ കാലയളവിൽ തൊഴിലാളികളുടെ പാർട്ടി എന്ന് അവകാശപ്പെട്ടുകൊണ്ട് 10 വർഷം തികഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ഒരു അവസ്ഥയിലും തൊഴിലാളികൾക്കൊരു മുന്നേറ്റം ഉണ്ടാക്കുവാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത. കാരണം നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധിയിൽ ചേർന്നുകൊണ്ട് തൊഴിലാളികൾ പ്രതിമാസം 50 രൂപ അംശാദായം അടച്ചുകൊണ്ട് 60 വയസ്സ് കഴിയുമ്പോൾ അവർ പെൻഷന് വേണ്ടി അപേക്ഷിക്കുന്ന സമയത്ത് ആ പെൻഷൻ കാലാനുസൃതമായി നടപ്പിലാക്കി അത് കൊടുത്തു തീർക്കാൻ ഈ സർക്കാരുകൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. സമ്മേളനത്തിൽ യൂണിയൻ മേഖലാ പ്രസിഡന്റ് പുഷ്പരാജ് അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ ജോയിന്റ് സെക്രട്ടറി കെ ബാബുദാസ് മുഖ്യപ്രഭാഷണം നടത്തി. മേഖലാ ഭാരവാഹികളായ NG അശോകൻ, KP ജയരാജ്, K ഉണ്ണികൃഷ്ണൻ, N സുനിൽ, M ഷാജു എന്നിവർ സംസാരിച്ചു. നിർമ്മാണ പെൻഷൻ തൊഴിലാളികൾക്ക് 15 മാസത്തെ കുടിശ്ശിക പെൻഷൻ ഉടൻ നൽകണമെന്നും BMS ആവശ്യപ്പെട്ടു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഷൊർണൂർ SMB ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വഴി പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള പാതയിൽ BM and BC പ്രവൃത്തികൾ പൂർത്തിയായി. 3.5 കിലോമീറ്ററോളം ദൂരമാണ് ടാറിംഗ് നടത്തിയത്. നിർമ്മാണം പൂർത്തിയായതോടെ പാത പൂർണ്ണമായും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. ഷൊർണൂർ പെരിന്തൽമണ്ണ പാതയിലെ SMB ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വഴി പൊതുവാൾ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്തെ BM and BC ടാറിംഗ് പ്രവൃത്തികൾ ഇക്കഴിഞ്ഞ 25-നായിരുന്നു ആരംഭിച്ചിരുന്നത്. പല ഭാഗങ്ങളിലും ഏറെ തകർച്ചയിലായിരുന്ന പാതയിലാണ് ഗുണനിലവാരത്തിലുള്ള ടാറിംഗ് പ്രവൃത്തികൾ നടപ്പാക്കിയത്. ഞായറാഴ്ചയും പ്രവൃത്തികൾ നടന്നിരുന്നു. ഏകദേശം 2 കിലോമീറ്റർ 700 മീറ്റർ ദൂരമാണ് BM and BC വർക്കുകൾ നടപ്പാക്കിയത്. വൈകിട്ടോടെ നിർമ്മാണം പൂർത്തിയാക്കിയതിന് പിന്നാലെ പാത പൂർണ്ണമായും ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. BMBC ചെയ്തതോടെ പാതയിലൂടെയുള്ള വാഹനയാത്ര ഏറെ സുഗമമായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. നവീകരിച്ച CPM പാലക്കാട് ജില്ലാ കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം മാർച്ച് 3-ന് CPM പോളിറ്റ് ബ്യൂറോ അംഗവും കേരള മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് CPM ജില്ലാ സെക്രട്ടറി EN സുരേഷ് ബാബു വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ, കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ K രാധാകൃഷ്ണൻ, KS അലിക, A വിജയരാഘവൻ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുമെന്ന് EN സുരേഷ് ബാബു പറഞ്ഞു. അത്യാധുനിക സൗകര്യങ്ങളോടെയാണ് 37 വർഷത്തിനു ശേഷം കെട്ടിടം നവീകരിച്ചതെന്നും സുരേഷ് ബാബു പറഞ്ഞു. 1964-ൽ CPM രൂപീകരിച്ച വേളയിൽ വാടക കെട്ടിടത്തിലാണ് പാർട്ടി ഓഫീസ് പ്രവർത്തിച്ചത്. 1969-ൽ നടന്ന സംസ്ഥാന സമ്മേളന ചെലവ് കഴിഞ്ഞ് മിച്ചം വന്ന തുക ഉപയോഗിച്ച് റെന്റ് കൺട്രോൾ വ്യവസ്ഥയിൽ സ്ഥിരം വാടക കെട്ടിടമാക്കി.
ഇതിന് നേതൃത്വം നൽകിയത് അന്നത്തെ CPM മലമ്പുഴ MLAയും അനിഷേധ നേതാവുമായ P. കുഞ്ഞിരാമൻ മാസ്റ്ററായിരുന്നു. കുഞ്ഞിരാമൻ മാസ്റ്ററുടെ മരണത്തിന് ശേഷം സ്വന്തമായ സ്ഥലത്ത് 1989 ഇന്ന് കാണുന്ന 2 നില കെട്ടിടം പണി കഴിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടറിയായിരുന്ന M. ചന്ദ്രൻ്റെ നേതൃത്വത്തിൽ പണി കഴിപ്പിച്ച കെട്ടിടം അക്കാലത്ത് കേരളത്തിലെ വലിപ്പം കൂടിയതും സൗകര്യമുള്ളതുമായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിനെ P. കുഞ്ഞിരാമൻ നാമധേയത്തിലാക്കിയതും ഇക്കാലത്താണ്. പിന്നീട് പാർട്ടി ഓഫീസിൽ പ്രവർത്തിച്ചിരുന്ന DYFI മഹിളാ അസോസിയേഷൻ ഉൾപ്പെടെയുള്ള വർഗ ബഹുജന ഓഫീസുകൾ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറി വന്ന കാലത്തിനനുസരിച്ച് ഓഫീസ് സംവിധാനത്തിൽ പരിമിതി വന്നതോടെയാണ് ആധുനിക സൗകര്യങ്ങൾ ഉൾപ്പെടുത്തി കെട്ടിടം നവീകരിച്ചതെന്നും സുരേഷ് ബാബു പറഞ്ഞു. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ മത്സരം ഇടതുമുന്നണി കാഴ്ചവെക്കുമെന്നും ചോദ്യത്തിന് ഉത്തരമായി സുരേഷ് ബാബു പറഞ്ഞു. ഉദ്ഘാടനത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ മെമ്പർ സഖാവ് A. വിജയരാഘവൻ, അതുപോലെ തന്നെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള സഖാവ് K. രാധാകൃഷ്ണൻ MP, പാലക്കാട് ജില്ലക്കാരി കൂടിയായിട്ടുള്ള സഖാവ് K. സലീഗ ഉൾപ്പെടെയുള്ള സംസ്ഥാന നേതൃത്വം ഉണ്ടാവും. പുതിയ ആധുനിക സംവിധാനത്തോടുകൂടി ജില്ലാ കമ്മിറ്റി ആഫീസ് ഇപ്പോൾ ഈ 3-ാം തീയതി ഉദ്ഘാടനം ചെയ്യപ്പെടുന്നു. പൂർണ്ണമായും ഡിജിറ്റലൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു ആഫീസ് പ്രവർത്തനമാണ് ഞങ്ങൾ ലക്ഷ്യം വെച്ചത്. അത് പൂർത്തിയാക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. ഈ കെട്ടിടത്തിൻ്റെ പണി പൂർത്തിയായി ഉദ്ഘാടനം ചെയ്യുമ്പോൾ പാലക്കാട് ജില്ലയിലെ CPMൻ്റെ പ്രവർത്തകർക്ക് ഉണ്ടാകുന്ന സന്തോഷകരമായ ഒരു അനുഭവം. 1-ാം നിലയിൽ ഓഫീസ് ഫംഗ്ഷനാണ്. ഓഫീസ് സെക്രട്ടറിമാർ നിലവിൽ 4 പേരുണ്ട്. ഇനി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം B. ചന്താമരാക്ഷൻ, ജില്ലാ കമ്മിറ്റി അംഗം TK നൌഷാദ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കേരളത്തിലെ വാണിജ്യ വ്യവസായ മേഖലയായ ഷോപ്പിലും അനുബന്ധ സ്ഥാപനങ്ങളിലും ജോലി ചെയ്തു വരുന്ന 35 ലക്ഷത്തിലധികം വരുന്ന തൊഴിലാളികളുടെ മിനിമം വേജസ് പുതുക്കി നിശ്ചയിക്കണമെന്ന് വാണിജ്യ വ്യവസായ ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി TK ശിവരാജൻ ആവശ്യപ്പെട്ടു. പാലക്കാട് ജില്ലാ വാണിജ്യ വ്യവസായ മസ്ദൂർ സംഘം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. बोलो भारत माता की जय, बोलो भारत माता की जय, बोलो भारत माता की जय, जय जय BMS, जय जय BMS, जय जय BMS, जय जय BMS. 2016 നിശ്ചയിച്ച വേതന കാലാവധി 2021 അവസാനിച്ചിട്ടുള്ളതും അതിനുശേഷം മിനിമം വേജസ് പുതുക്കി നിശ്ചയിക്കുന്നതിനു വേണ്ടി കമ്മിറ്റി സംസ്ഥാന തലത്തിൽ മീറ്റിംഗ് നടത്തി സർക്കാരിലേക്ക് റിപ്പോർട്ട് നൽകിയിട്ടുള്ളതാണ്. എന്നാൽ ഇതുവരെ ഇത് പുതുക്കി നിശ്ചയിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല. ഇത് ഈ മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെ ന്യായമായ ആനുകൂല്യങ്ങൾ തട്ടിയെടുക്കുന്ന നിലപാടാണ്. കേരളത്തിലെ തൊഴിലാളി സർക്കാർ എന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ സർക്കാരിൻ്റെ തൊഴിലാളി വിരുദ്ധ നിലപാട് വ്യക്തമാക്കുന്നതാണ്. ഇതിനെതിരെ ഈ മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാർ ശക്തമായ പ്രക്ഷോഭ സമര പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറഞ്ഞു. നാളിതുവരെയായിട്ടും ഇടതുപക്ഷ ഗവൺമെന്റ് എന്നറിയപ്പെടുന്ന തൊഴിലാളി ഗവൺമെന്റ് എന്ന് അവകാശപ്പെടുന്ന ഈ പിണറായി വിജയന്റെ ഗവൺമെന്റ് ഇത് നടപ്പിലാക്കുവാൻ ഇതുവരെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമുക്കറിയാം, ഭാരതീയ മസ്ദൂർ സംഘത്തിൽ അഭിനയിച്ച് ചെയ്തിട്ടുള്ള കേരള വാണിജ്യ മസ്ദൂർ ഫെഡറേഷന്റെ ജില്ലാടിസ്ഥാനത്തിലെ യൂണിയനുകൾ ജില്ലാടിസ്ഥാനത്തിൽ പ്രക്ഷോഭ സമരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ ശക്തമായിട്ട് രീതിയിൽ ബന്ധപ്പെട്ട അധികാരികൾക്ക് നോട്ടീസ് നൽകുകയും ഉടനടി അതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പരിശോധനകൾ നടത്തിക്കൊണ്ട് അടുത്ത ക്യാബിനറ്റിൽ വെച്ച് അത് പാസ്സാക്കുമെന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. നമുക്കറിയാം, ഇനിയിപ്പോൾ ഇലക്ഷൻ വരാൻ പോയാണ്. ഇലക്ഷന് മുമ്പ് എന്തായാലും ക്യാബിനറ്റ് നടക്കുവാൻ സാധ്യതയില്ല. ഇലക്ഷന് മുമ്പ് കേരളത്തിലെ സംഘടിത മേഖലയിൽ പണിയെടുക്കുന്നവരാണെങ്കിൽ തന്നെയും ഇന്ന് വാണിജ്യ വ്യവസായ മേഖല അസംഘടിത മേഖലയിലും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് സത്യം. നമുക്കറിയാം, ആ മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുവാൻ വേണ്ടി ശക്തമായ സമരങ്ങൾക്ക് രൂപം നൽകുവാൻ ഈ സമ്മേളനം നമ്മൾ ആവശ്യപ്പെടുകയാണ്. അതുപോലെ നമുക്കറിയാം, കേരളത്തിലെ ചൂഷണ രംഗത്ത് ഏറ്റവും മുൻപന്തിയിരിക്കുന്ന ഒരു വ്യവസായമാണ്. നമുക്കറിയാം, തുണിമിൽ ശാലകളിൽ അല്ലെ തുണിക്കടയിൽ ജോലി ചെയ്യുന്ന
സ്ത്രീ തൊഴിലാളികൾക്ക് അവരുടെ മിനിമം വേജസോ ആനുകൂല്യങ്ങളോ നൽകുന്നില്ല, അവരുടെ അവകാശങ്ങൾ നൽകുന്നില്ല, സ്റ്റാറ്റ്യൂട്ടറി ആനുകൂല്യങ്ങൾ നൽകുന്നില്ല, അവരുടെ ന്യായമായ അവകാശങ്ങൾ ബോണസ് ഉൾപ്പെടെയുള്ള അവകാശങ്ങൾ നൽകുവാൻ ജില്ലാ വൈസ് പ്രസിഡന്റ് എ പ്രദീപ് അധ്യക്ഷത വഹിച്ചു. BMS ജില്ലാ സെക്രട്ടറി കെ രാജേഷ് സമാപന പ്രസംഗം നടത്തി. യൂണിയൻ ജനറൽ സെക്രട്ടറി ടി കുമരേശ്വരൻ, കെ സുരേഷ് കുമാർ, കെ സന്തോഷ് തുടങ്ങിയവർ സംസാരിച്ചു. സമ്മേളനത്തിൽ പ്രസിഡന്റായി PK ബൈജു, വൈസ് പ്രസിഡന്റുമാരായി M രാജരാജൻ, P പ്രദീപ്, V അജിത് കുമാർ, K സേതുകുട്ടൻ, ജനറൽ സെക്രട്ടറി T കുമാരേശൻ, ജോയിന്റ് സെക്രട്ടറിമാരായി EP സുനിൽ, R ഉണ്ണികൃഷ്ണൻ, K സന്തോഷ്, U ഉമേഷ്, ട്രഷറർ K സുരേഷ് കുമാർ, കമ്മിറ്റി അംഗങ്ങളായി MS സജീവ്, NK കൃഷ്ണനുണ്ണി, R മുരളി, R ശരവണൻ, V രാഘവൻ, MM ബേബി, M ശശി, P ജോബി ആന്റണി, PM ചന്ദ്രാമരാക്ഷൻ, K മനീഷ്, P അഭിരാമൻ, VK പ്രസാദ് എന്നിവരെ ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സമ്പൂർണ്ണ കുടിവെള്ള പദ്ധതിക്ക് മുൻഗണന നൽകി മണ്ണൂർ പഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ധനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ K ശ്രീദേവി ടീച്ചറാണ് ബജറ്റ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിലൂടെ പോകുന്ന PWD റോഡിൽ സൈൻ ബോർഡുകൾ സ്ഥാപിക്കാനും കളിസ്ഥലത്തിന്റെ പ്രവൃത്തി പൂർത്തീകരിക്കാനും പരമാവധി റോഡുകളുടെ പണി പൂർത്തീകരിക്കാനും ബജറ്റ് ഊന്നൽ നൽകുന്നു. കോൺഗ്രസ് അംഗങ്ങൾ ബജറ്റ് അവതരണത്തിൽ നിന്നും വിട്ടുനിന്നു. KSSPU യൂണിയൻ വടക്കാഞ്ചേരി ബ്ലോക്കിന്റെ 34ാം വാർഷിക സമ്മേളനം ദേശമംഗലത്ത് നടന്നു. ചേലക്കര MLA UR പ്രദീപ് ഉദ്ഘാടനം ചെയ്തു. അതിന്റെ ഒരു 20% സേവനം നൽകിക്കൊണ്ട് ഗവൺമെന്റ്, കേന്ദ്ര ഗവൺമെന്റ് ആയാലും സംസ്ഥാന ഗവൺമെന്റ് ആയാലും നമുക്ക് പൊതുജനങ്ങൾക്ക് കൊടുക്കുന്ന ഈ സേവനം സമയബന്ധിതമായെങ്കിലും അത് ഗവൺമെന്റ് കൊടുക്കുന്നത് ഗവൺമെന്റ് ആണോ ഈ കൊടുക്കുന്നത്. ആ ഒരു വിശ്വാസത്തിൽ നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ മുമ്പോട്ട് പോയി എത്രയോ ആളുകൾക്ക് ഗുണം കിട്ടുന്നില്ലേ ചോദിച്ചുകൊണ്ടിരുന്നത് ഞാൻ മാത്രം തീരുമാനിക്കുന്നതല്ലാതെ മാനേജ്മെന്റ് ആലോചിച്ചുകൊണ്ടതാണ്. അതുകൊണ്ട് എൻ്റെ ഒരു സാർ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഞങ്ങൾക്ക് ഇത് ചെയ്യണമെങ്കിൽ ഇതിലൊരു മൊത്തം മാനേജ്മെന്റിന് ഒരു അറിയിപ്പ് കിട്ടിയാൽ മാത്രമാണ് അതിൻ്റെ കാര്യങ്ങൾ ചെയ്തു പോകാൻ കഴിയുള്ളൂ എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. പല ഹോസ്പിറ്റലും അങ്ങനെ തന്നെയാണ്. ഗവൺമെന്റ് കൊടുക്കുന്ന ആരോഗ്യ ഇൻഷുറൻസ് കാർഡ് നമ്മുടെ സർക്കാർ സംവിധാനം വെച്ച് പുറത്തു പോയാൽ ധാരാളം പാവപ്പെട്ട ആളുകൾ ഇവിടെ ഇപ്പോൾ ഡോക്ടർമാർ സമരത്തിലാണ്. പല രോഗികളും ഇതായിട്ട് സ്വകാര്യ ആശുപത്രിയിൽ പോകുമ്പോൾ അവിടെ സ്വകാര്യ ആശുപത്രിയിൽ ഞങ്ങൾ കടന്നു പോകാൻ അത് ചെയ്യാമെന്ന് പറഞ്ഞ് മടക്കി വിടുന്ന ഒരു അവസ്ഥയുണ്ട്. ഇതെല്ലാം നമുക്ക് ശക്തമായി തിരുത്തപ്പെടേണ്ടതാണ്. ഇവിടെ പെൻഷൻ യൂണിയനെ സംബന്ധിച്ച് ധാരാളം പാലിയേറ്റീവ് പ്രവർത്തനം, അതുപോലെ തന്നെ നമുക്ക് പ്രായമുള്ള ആളുകൾക്ക് അവരുടെ ചെയ്യേണ്ട ഒട്ടേറെ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാൻ റിപ്പോർട്ടുകൾ കണ്ണുപിടിച്ചപ്പോൾ നോക്കിയതാണ്. ധാരാളം പ്രവർത്തനങ്ങൾ ഒരു സർക്കാർ ചെയ്യുന്ന പോലെ സമാന്തരമായി പെൻഷൻ യൂണിവേഴ്സിലെ ഈ അംഗങ്ങൾക്ക് നല്ല രീതിയിൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. യോഗത്തിൽ യൂണിയൻ ബ്ലോക്ക് പ്രസിഡന്റ് MJ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി MM രഘുനാഥൻ അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് CE ഷൈഖ് അബ്ദുള്ള സ്വാഗതം പറഞ്ഞു. ജില്ലാ ട്രഷറർ ജോസ് കോട്ടപ്പറമ്പിൽ സംഘടനാ റിപ്പോർട്ടും ബ്ലോക്ക് സെക്രട്ടറി PK സജീവൻ പ്രവർത്തന റിപ്പോർട്ടും അവതരിപ്പിച്ചു. ബ്ലോക്ക് ട്രഷറർ K നാരായണൻകുട്ടി വരവ് ചെലവ് കണക്കും അവതരിപ്പിച്ചു. ദേശമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KC സന്ധ്യ ടീച്ചർ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. KSPU ജില്ലാ ജോയിന്റ് സെക്രട്ടറി KS ജോർജ് മാസ്റ്റർ, ജില്ലാ കമ്മിറ്റി അംഗം തോമസ് M മാത്യു, സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ CR രാധാകൃഷ്ണൻ, TT ബേബി, ബ്ലോക്ക് രക്ഷാധികാരി OR സോമശേഖരൻ മാസ്റ്റർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. 8 യൂണിറ്റുകളിൽ നിന്നായി ബ്ലോക്ക് തല കലോത്സവത്തിൽ പങ്കെടുത്ത് വിജയികളായവർക്ക് പരിപാടിയിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് MJ അഗസ്റ്റിൻ പതാക ഉയർത്തിയ ശേഷം അംഗങ്ങളുടെ പങ്കാളിത്തത്തോടെ തലശ്ശേരി സെന്റർ ചുറ്റി പ്രകടനവും നടന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ് മങ്കര ബ്ലോക്ക് വാർഷിക ജനറൽ ബോഡി യോഗവും കുടുംബസംഗമവും നടന്നു. സംഘടനാ ജില്ലാ ഖജാൻജി വേലു ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ സംസ്ഥാന സമ്മേളനം വമ്പൻ വിജയമായിരുന്നു. അത് എത്രത്തോളം ശക്തിയുള്ളതാണെന്ന് നമ്മൾക്ക് സ്റ്റേറ്റിനെയും ബാക്കിയുള്ള സംഘടനകളെയും അറിയിക്കാൻ കഴിയും. നമ്മൾക്ക് മാത്രമേ ഇതേമാതിരിയുള്ള ഒരു സംസ്ഥാന സമ്മേളനം നടത്താൻ സാധിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വിമുക്ത പഠനം എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഒരേ ദിവസം ഒരേ സമയം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തും അതിനെ പ്രതിരോധിക്കാനും പ്രതിഷേധിക്കാനും ശക്തിയുള്ള സംഘടനയാണ് കേരള സ്റ്റേറ്റ് എക്സ് സർവീസ് ലീഗ്. കേണൽ പത്മരാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മങ്കര ബ്ലോക്ക് പ്രസിഡന്റ് K മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. മങ്കര പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത, ബ്ലോക്ക് സെക്രട്ടറി ഹരിദാസൻ, വിജയകുമാർ, ഷാഹുൽ ഹമീദ്, മോഹൻദാസ്, KN ഹനീഫ, MK സുകുമാരൻ, നാരായണൻ, മഹിളാ വിംഗ് പ്രസിഡന്റ് ശാന്തകുമാരി, സെക്രട്ടറി രവിത, വൈസ് പ്രസിഡന്റ് ആഷ് ടീച്ചർ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ മേഖലയിൽ മികവ് തെളിയിച്ചവരെ ആദരിച്ചു. രാവിലെ സംഘടനാ പ്രസിഡന്റ് മോഹൻദാസ് പതാക ഉയർത്തിയോടെയാണ് പരിപാടികൾ തുടങ്ങിയത്.
ബ്ലോക്കിന്റെ കീഴിലുള്ള 100 കണക്കിന് പ്രവർത്തകരും അവരുടെ കുടുംബവും സംഗമത്തിൽ പങ്കെടുത്തു. ചർച്ച, മറുപടി, വരവ് ചെലവ് കണക്ക് എന്നിവയും അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഷൊർണൂർ ഗവൺമെന്റ് പ്രസ് എംപ്ലോയീസ് സഹകരണ സംഘം ഭരണം ഇടത് സഹകരണ മുന്നണി നിലനിർത്തി. ആകെ 11 സീറ്റിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 10 സീറ്റിലും വിജയിച്ചാണ് ഇടത് സഹകരണ മുന്നണി വീണ്ടും അധികാരത്തിലെത്തിയത്. സഹകരണ ജനാധിപത്യ മുന്നണിക്ക് ജനറൽ വിഭാഗത്തിലെ 1 സീറ്റിൽ മാത്രമേ വിജയിക്കാനായുള്ളൂ. ആകെ 11 സീറ്റിൽ 10 സീറ്റുകളിലും വിജയിച്ചാണ് ഇടതു സഹകരണ മുന്നണി ഭരണം നിലനിർത്തിയത്. ജനറൽ വിഭാഗത്തിലേക്ക് മത്സരിച്ച വി കേശവദാസ്, കെ ജയപ്രകാശ്, ആർ പുഷ്പരാജൻ, വി പുഷ്പലത, വനിതാ സംവരണത്തിലേക്ക് മത്സരിച്ച കെ വി ഗീത, എൻ ജി വിനീത്, SC/ST സംവരണത്തിലേക്ക് മത്സരിച്ച CT പുരുഷോത്തമൻ, നിക്ഷേപം വിഭാഗത്തിലേക്ക് മത്സരിച്ച ബി ബിനോജ്, 40 വയസ്സ് താഴെയുള്ള പൊതുവിഭാഗത്തിലേക്ക് മത്സരിച്ച ടി വിനായക്, 40 വയസ്സിന് താഴെയുള്ള വനിതാ വിഭാഗത്തിലേക്ക് മത്സരിച്ച വി വിപിത എന്നിവരാണ് ഇടതു സഹകരണ മുന്നണിക്കായി മത്സരിച്ച് വിജയിച്ചവർ. സഹകരണ ജനാധിപത്യ മുന്നണിയുടെ ജനറൽ വിഭാഗത്തിലേക്ക് മത്സരിച്ച ആർ സമേഷ് മാത്രമേ വിജയിച്ചുള്ളൂ. ശനിയാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. രാത്രി 8 മണിയോടുകൂടി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാനായി. സഹകരണ സ്ഥാപനം നിലവിൽ 25 വർഷമായി ഇടതു സഹകരണ മുന്നണിയാണ് ഭരിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കഴിഞ്ഞ 5 വർഷക്കാലമായി വാണിയംകുളത്ത് ജീവകാരുണ്യ സാന്ത്വന മേഖലയിൽ സജീവമായി ഇടപെടുന്ന വാണിയംകുളം പാലിയേറ്റീവ് ആൻഡ് റിഹാബിലിറ്റേഷൻ സെന്റർ VPRCയുടെ നേതൃത്വത്തിൽ സമഗ്ര ഗൃഹസന്ദർശന പരിപാടി സംഘടിപ്പിച്ചു. 100ഓളം പ്രവർത്തകർ ഗൃഹസന്ദർശനത്തിന്റെ ഭാഗമായി. സഹയാത്ര എന്നുള്ള പരിപാടി VPRCയുടെ രോഗി ബന്ധുക്കളെ സന്ദർശനം നടത്താനുള്ള ഈ പരിപാടി എല്ലാവിധ ആശംസകളും അറിയിക്കുന്നു. 5 വർഷം മുമ്പ് കോവിഡ് വ്യാപന കാലത്ത് രൂപം കൊണ്ട ഈ കൂട്ടായ്മ പിന്നീട് പാലിയേറ്റീവ് സ്വാതന്ത്ര്യ മേഖലകളിൽ സജീവമാകുമായിരുന്നു. ഈ കാലയളവിനുള്ളിൽ വാണിയംകുളത്തെ 600-ലധികം കുടുംബങ്ങളിലേക്ക് സ്വാതന്ത്ര്യ സേവനം എത്തിക്കാൻ ഈ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. പ്രായഭേദമന്യേ സ്കൂൾ, കോളേജ്, നഴ്സിംഗ് വിദ്യാർത്ഥികളും പ്രാദേശിക കമ്മിറ്റികളിലെ പ്രവർത്തകരും ഇടപെട്ടതാണ് സേവനങ്ങൾ നൽകി വരുന്നത്. തുടക്കത്തിൽ പഞ്ചായത്തിലെ ചുരുക്കം ചില വാർഡുകളിൽ മാത്രമായിരുന്നു പ്രവർത്തനം. ഇന്ന് 20 വാർഡുകളിലും സേവനം ആവശ്യമുള്ള രോഗികൾക്ക് അരികിലെത്താൻ VPRC പ്രവർത്തകർ സന്നദ്ധരാണ് എന്നതിന്റെ പ്രഖ്യാപനമായിരുന്നു ഞായറാഴ്ച നടന്ന സമഗ്ര ഗൃഹ സന്ദർശന പരിപാടി. വാണിയംകുളം കമ്മ്യൂണിറ്റി ഹാൾ പരിസരത്ത് നിന്നും 20 വാഹനങ്ങളിലായി 100ഓളം പ്രവർത്തകരാണ് 250ഓളം രോഗികൾക്കരികിലേക്ക് എത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ ഗൃഹസന്ദർശന യാത്രയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. VPRC സെക്രട്ടറി KG രഘുപതി അധ്യക്ഷത വഹിച്ചു. പ്രസിഡന്റ് MK ഹേമചന്ദ്രൻ, ട്രഷറർ P സുരേന്ദ്രൻ, KP സുധീർ, എബ്രഹാം തമ്പി, TK ഗോപിനാഥൻ, സുഭാഷ്, ധർമ്മൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചെറുതുരുത്തി കോഴിമമ്പറമ്പ് ക്ഷേത്രകലാ സാംസ്കാരിക സമിതി ഏർപ്പെടുത്തിയ പൊൻചിലമ്പ് പുരസ്കാരം പൈങ്കുളം പത്മനാഭൻ നായർക്കും PNNM ആയുർവേദ കോളേജ് ഏർപ്പെടുത്തിയ മുരളീരവം പുരസ്കാരം ഡോക്ടർ ആനന്ദ് മോഹനും നൽകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. മാർച്ച് 3-നാണ് പുരസ്കാര വിതരണ ചടങ്ങ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പൊൻചിലമ്പ് പുരസ്കാരം 15,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും, മുരളീരവം പുരസ്കാരം 10,001 രൂപയും പ്രശസ്തി പത്രവും ഫലകവും, കൂടാതെ പരേതനായ മുൻ മാധ്യമപ്രവർത്തകൻ KP മണികണ്ഠൻ പുരസ്കാരം റിട്ടയർഡ് പ്രധാനാധ്യാപിക TU പ്രസന്നയ്ക്ക് നൽകും. സമ്മേളനം കലാഭവൻ രതീഷ് ഉദ്ഘാടനം ചെയ്യും. ക്ഷേത്രകലാ സാംസ്കാരിക സമിതി ഭാരവാഹികളായ PG രതീഷ്, KK മുരളി, മനോജ് തൈക്കാട്, OK സുന്ദരൻ, ശശി നമ്പുള്ളി തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. പൊൻചിലമ്പ് പുരസ്കാരം ഏറെ കാലങ്ങളായി, ഏകദേശം ഒരു 6 പതിറ്റാണ്ടുകാലമായി ചെണ്ടയിൽ അഭ്യാസം നടത്തുന്ന നമ്മുടെ പത്മനാഭൻ നായർക്കാണ് ഇപ്രാവശ്യത്തെ പൊൻചിലമ്പ് പുരസ്കാരം സമർപ്പിക്കുന്നത്. അതുപോലെ നമ്മുടെ ദീർഘകാലം പ്രസിഡന്റായിട്ടിരുന്നിട്ടുള്ള മണികണ്ഠന്മാരുടെ ഓർമ്മയ്ക്കായിട്ടുള്ള ഒരു ആദരവ് സംഘടിപ്പിച്ചിട്ടുണ്ട്. ആ ആദരവ് LP സ്കൂളിലെ റിട്ടയർഡ് ടീച്ചറായിട്ടുള്ള പ്രസന്ന ടീച്ചർക്കാണ് നൽകുന്നത്. അതുപോലെ തന്നെ മുരളീരവം പുരസ്കാരം, മുരളീധരൻ ഫൗണ്ടേഷൻ്റെ പുരസ്കാരം ആതുര സേവന രംഗത്തും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും കുറേ കാലങ്ങളായി സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ BV ആനന്ദ് മോഹന് നൽകിക്കൊണ്ടാണ് ഇപ്രാവശ്യം ആദരിക്കുന്നത്. അതുപോലെ തന്നെ ഈ സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് കലാഭവൻ രതീഷാണ്. പ്രശസ്ത സീനിയർ ആർട്ടിസ്റ്റാണ് അദ്ദേഹം. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണിയംകുളം സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും വിരമിക്കുന്ന KP പ്രേമകുമാറിനെ ഭരണസമിതിയും ജീവനക്കാരും ചേർന്ന് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം P മമ്മിക്കുട്ടി MLA ഉദ്ഘാടനം ചെയ്തു. നല്ല നിലയിൽ സാമ്പത്തിക ശേഷിയും സാമ്പത്തിക ഭദ്രതയും പടിത്തറയും ജനവിശ്വാസവും ബാങ്കായി ഉയർന്നു നിൽക്കുക. ആ ബാങ്കിൽ 27 കൊല്ലം കാലമായി ജോലിയെടുത്ത ആളാണ് പ്രേമൻ. ജോലിയെടുത്ത ആളുകളൊക്കെ അവിടെയുണ്ട്. ബാങ്കിന്റെ വിരമിച്ച ആളുകളുണ്ട്, ബാങ്കിന്റെ ഭരണസമിതി ബന്ധപ്പെട്ടിരിക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അവരുടെ തന്നെ കാലഘട്ടത്തിലാണെങ്കിലും ജൂനിയർ പോസ്റ്റിന്റെ ജീവനക്കാരനായി ജോലിയെടുത്ത് ഇപ്പൊ മാനേജർ പോസ്റ്റിലെത്തി, മാനേജർ പോസ്റ്റിൽ നിന്നാണ് വിരമിക്കുന്നത്.
അപ്പൊ ഇങ്ങനെയൊക്കെ യാത്രകൾ സംഘടിപ്പിക്കുന്നത് നൽകിൽ ജോലികൾക്ക് കൊണ്ടിരിക്കുന്ന ജീവനക്കാർക്കും അതുപോലെ തന്നെ ഇതിന് നൽകിക്കൊണ്ടിരിക്കുന്ന ഭരണസമിതിക്കാർക്കും ഇത്തരത്തിലുള്ളൊരു വേദിയിൽ വെച്ചുകൊണ്ട് സമ്പർക്കത്തിന്റെ ഭാഗമായി ഒരു അംഗീകാരവും ആദരവും ഒക്കെ എനിക്കും വിളിച്ചു പറയണം, ഞങ്ങൾക്കും അതിന് സാധിക്കണമെന്ന രൂപത്തിലുള്ള തോന്നൽ ഒരു ചിന്തയും ഒക്കെ നിലവിലുള്ള ജീവനക്കാരായ ആളുകൾ ഉണ്ടാക്കി തീർക്കുക എന്നൊരു ഇതിന്റെ ഭാഗം. കെ ഭാസ്കരൻ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് കെ ശ്രീജ, സ്ഥിരം സമിതി ചെയർപേഴ്സൺ എ സംഗീത, ഒറ്റപ്പാലം അർബൻ ബാങ്ക് ഡയറക്ടർ കെ പി സുധീർ, ടി പി ഭാസ്കരൻ, കെ ഗോപിനാഥൻ, ഒ കുമാരൻ, KCEU ജില്ലാ പ്രസിഡന്റ് എം ഗോപാലകൃഷ്ണൻ, പി രാമൻകുട്ടി, കെ പി പ്രേംകുമാർ, സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ കെ രാധാകൃഷ്ണൻ, കെ പി പ്രേംകുമാർ, സെക്രട്ടറി ഇൻചാർജ് വി സുധ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കനത്ത വേനൽ മഴയിൽ കോട്ടായി മേഖലയിൽ റോഡിൽ വെള്ളക്കെട്ട് ഉയർന്നു. റോഡ് തോടിന് സമാനമായി. കോട്ടായി പെരുങ്കുളങ്ങര ചേന്തങ്കാട് റോഡിൽ പല്ലൂക്കാവ് ഭാഗത്ത് റോഡിൽ വെള്ളക്കെട്ട് ഉയർന്നത് വാഹനങ്ങൾക്ക് കടന്നുപോകാൻ പറ്റാത്ത അവസ്ഥയിലായി. പരുത്തിപ്പള്ളി പൂതിരി ഭഗവതി ക്ഷേത്രത്തിലെ താലപ്പൊലി ഉത്സവത്തിന്റെ നോട്ടീസ് പ്രകാശനം നടന്നു. മാർച്ച് 27, 28, 29, 30 തീയതികളിലായി നടക്കുന്ന താലപ്പൊലി വേല മഹോത്സവത്തിന്റെ നോട്ടീസ് പ്രകാശന കർമ്മം ക്ഷേത്രം ട്രസ്റ്റ് ചെയർമാൻ തുളസീദാസ് നിർവഹിച്ചു. ആദ്യ നോട്ടീസ് കഥാകൃത്ത് PC ദിവാകരൻ പരുത്തിപ്പള്ളി ഏറ്റുവാങ്ങി. ഉത്സവ കമ്മിറ്റി സെക്രട്ടറി TS ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. കളത്തിൽ ഉള്ളാട്ടിൽ സുശീല ടീച്ചർ സംസാരിച്ചു. ആദ്യ സംഭാവന ക്ഷേത്ര കമ്മിറ്റി പ്രസിഡന്റ് KU അച്യുതൻ നായരിൽ നിന്നും സ്വീകരിച്ചു. ചടങ്ങിൽ KS മോഹൻദാസ്, ശിവദാസൻ, MP കുഞ്ചു, നാരായണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് KU ശ്രീനിവാസൻ സ്വാഗതവും ട്രഷറർ രാമകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. മുള്ളൂർക്കര കാഞ്ഞിരശ്ശേരി അയൻകുളങ്ങര ദേവി ക്ഷേത്രത്തിലെ വേല മഹോത്സവം വർണ്ണാഭമായി. നിരവധി ആളുകൾ ആഘോഷങ്ങളുടെ ഭാഗമായി. രാവിലെ വിവിധ പൂജകൾക്ക് ശേഷമാണ് ഉച്ചയോടുകൂടി ക്ഷേത്രത്തിലേക്ക് വേലകളെത്തിയത്. ക്ഷേത്രത്തിലെ വേല 5 ആനകളുമായി, തുടർന്ന് ഇരുനിലംകുടി ക്ഷേത്രത്തിലെ ഒരു ആനയുമായിട്ടാണ് ക്ഷേത്രത്തിൽ പഞ്ചവാദ്യത്തിന്റെയും വിവിധ വാദ്യോപകരണങ്ങളുടെയും നേതൃത്വത്തിൽ എത്തിയത്. തുടർന്ന് കൂട്ടിയെഴുന്നേൽപ്പ് നടന്നു. കൂടാതെ ബാൻഡ് വാദ്യം, കാഞ്ഞിരശ്ശേരി ദേശം, കാളവേല, നാസിക് ഡോൾ എന്നിവയുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടതുപക്ഷത്തിന്റെ അഴിമതിയുടെ സ്രോതസ്സാണ് എക്സൈസ് വകുപ്പെന്ന് മുൻ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അഴിമതി ആരോപിച്ച് വഴി നടക്കാൻ അനുവദിക്കാതെ ഇരുന്നവരെ പോലും അധികാരത്തിനായി തോളിലേറ്റുമെന്നും നയമില്ലാത്ത മുന്നണിയായി LDF മാറിയെന്നും രമേശ് ചെന്നിത്തല. ബെവ്കോ എംപ്ലോയീസ് അസോസിയേഷൻ INTUC സംസ്ഥാന സമ്മേളനം പാലക്കാട്ട്. ചിനക്കത്തൂർ പൂരം ആഘോഷത്തിനായി ക്ഷേത്രവും തട്ടകവും ഒരുങ്ങി. പുരുഷാരമയത്തെ സാക്ഷിയാക്കി കുതിരക്കോലങ്ങൾക്കുള്ള തലവയ്പ് ചടങ്ങ് നടന്നു. ഭക്തിയുടെ നിറവിൽ പൂരത്തിന്റെ മുന്നോടിയായുള്ള കുമ്മാട്ടിയും ഞായറാഴ്ച നടന്നു. പടിഞ്ഞാറഞ്ചേരി, കിഴക്കഞ്ചേരി എന്നിവിടങ്ങളിൽ അണിനിരക്കുന്നത് 16 കുതിരക്കോലങ്ങൾ. ഇടതുപക്ഷവും വലതുപക്ഷവും ഭീകരവാദികളിൽ കീഴടങ്ങി വോട്ട് നേടാൻ ശ്രമിക്കുകയാണെന്ന് BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് C. കൃഷ്ണകുമാർ. യഥാർത്ഥ മതേതരത്വമാണ് NDA മുന്നോട്ട് വയ്ക്കുന്നത്. ഷൊർണൂർ മണ്ഡലം NDAക്ക് വിധിയെഴുതുമെന്നും C. കൃഷ്ണകുമാർ. ഷൊർണൂർ പൊതുവാൾ ജംഗ്ഷന് സമീപം NDA ഷൊർണൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം തുടങ്ങി. ആയുർവേദ തൈലങ്ങളുടെ മറവിൽ ലഹരി കച്ചവടം നടത്തുന്ന ആളെ വൻ ലഹരി ശേഖരവുമായി തൃശൂർ റൂറൽ പോലീസ് പിടികൂടി. 21 കിലോ കഞ്ചാവും മാരക രാസലഹരിയായ 260 ഗ്രാം ഹാഷിഷ് ഓയിലും ഇയാളിൽ നിന്ന് പിടിച്ചെടുത്തു. തൃശൂർ റൂറൽ ജില്ലാ മേധാവി B. കൃഷ്ണകുമാർ IPSന്റെ നേതൃത്വത്തിൽ രഹസ്യാന്വേഷണ വിഭാഗത്തെ ഉപയോഗിച്ച് നടത്തിയ നിരന്തര പരിശ്രമത്തിനൊടുവിലാണ് പ്രതി പിടിയിലായത്. കേരള സ്റ്റോറി 2 സിനിമ പാലക്കാട് ജില്ലയിൽ പ്രദർശിപ്പിക്കുന്നതിനെതിരെ ഫ്രട്ടേണിറ്റി മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച്. സിനിമ കേരളത്തിൽ എവിടെയും പ്രദർശിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും ഫ്രട്ടേണിറ്റി മൂവ്മെന്റ്. ന്യൂനപക്ഷ സമുദായങ്ങളെ അപകീർത്തിപ്പെടുത്തുവാനുള്ള സംഘപരിവാർ ശ്രമങ്ങളെ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കാൻ കേരളീയ സമൂഹം മുന്നിട്ടിറങ്ങണമെന്നും നേതാക്കൾ. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.